സദസ്സിലിരിക്കുന്ന എൻ്റെ വിശിഷ്ട വ്യക്തികളെ, തിരൂരിൽ നിന്ന് 23 വയസ്സായിട്ടുള്ളൊരു പയ്യൻ കോഴിക്കോടൊക്കെ എത്തിയിട്ട് ഒരു സംഭവം അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് നോക്കും. അവൻ്റെ വയസ്സും അവൻ്റെ പ്രകൃതിയും. ഞാനൊരു 3-4 മീറ്റിംഗ് ഷിബിലേറ്റ് നടന്നു. നെല്ലിക്ക കടിക്കുന്ന മാതിരി. നെല്ലിക്ക കടിച്ചാൽ ആദ്യം നല്ല കയ്പ്പായിരിക്കും, പിന്നെയാണ് മധുരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നെല്ലിക്ക കടിച്ച ടൈമിലാണ്. ഒരു ഹെവി റിസ്ക് എടുക്കാതെ എവിടേക്കും എത്താൻ കഴിയില്ല. മലബാർ അഹമ്മദ് മുതൽ കുറേ ആൾക്കാർ വിയർത്ത് കുളിച്ചിട്ടാണ് ഇന്നത്തെ കുറേ മേഖലകളിൽ നമ്മളെ വീടുകളിലെത്തുന്ന പൈസയൊക്കെ ആയിട്ടുള്ള ഇപ്പം ഈ കാലഘട്ടം എന്ന് പറയുന്നത് 1 കോടിയോ 2 കോടിയോ അവനവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് എബിലിറ്റി, ബുദ്ധി, ചിന്ത ഒക്കെയാണ്. അപ്പം നമുക്കൊരു വരുമാനം വേണം എല്ലാവർക്കും. അതൊരു രസകരമായിട്ട് വേണം. ഓരോരോ മേഖല, തുണിഷോപ്പ്, സ്വർണം, ഇപ്പം ടെക്കിൽ, അങ്ങനെ ഓരോരുത്തരെ കയ്യിലും പല റിട്ടയർമെൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പൈസ കിട്ടും. ഇത് നമ്മൾ ഇപ്പോൾ മാവൂർ റോഡിൽ ഞാൻ ആദ്യം വന്ന കാലത്ത് ഇപ്പം ഈ നിൽക്കുന്ന എൻ്റെ ഓഫീസ് ഇതായിരുന്നു. അവിടെ 2000-ൽ 1,50,000 ആയിരുന്നു. ഇപ്പം ലാസ്റ്റ് അവിടെ കച്ചവടം 60 ലക്ഷം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാനില്ല. അപ്പോൾ ഓരോരുത്തരെ ഷെയർ കൂട്ടിയിട്ട് വേണം ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഷെയർ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരത്ത് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സമാധാനത്തിൽ വീട്ടിലിരുന്നാൽ ആ പൈസ ബാങ്കിൽ കറക്റ്റായിട്ട് അവർ ചെയ്യുന്നത് കുറേ ടെക്നോളജി ആണെങ്കിലും മറ്റു പല ബിസിനസ്സുകളാണ്. ഇപ്പോൾ റാക്കിൻ്റെ ഒരു ബിൽഡിംഗ് എടുത്തിട്ട് ഇവൻ്റെ ഒരു വിഷൻ ഞാൻ കുറേ ദിവസമായിട്ട് സംസാരിച്ചു, ഒരു 5-6 മാസം മുമ്പ്. ഈ പയ്യൻ്റെ കാഴ്ചപ്പാട് നല്ല കാഴ്ചപ്പാടാണ്. ഞാൻ അവനോട് ഉപദേശിച്ചത് എന്താ വെച്ചാൽ, ഈ അഭിപ്രായങ്ങൾ പറയും കുറേ ആൾക്കാർ. പൊന്നാര ഷിബിലെ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പണിയിലേക്ക് എത്തൂല, അസൂയ ഉണ്ടാവും, പല അഭിപ്രായങ്ങൾ അവിടുന്ന് കേൾക്കും. അതിൻ്റെ പിന്നാലെ നടന്നാൽ ഇന്നത്തെ ഹൈലൈറ്റ് സുലൈമാൻ അടക്കം ആരും ഞാനടക്കം ആൾക്കാരെത്തുന്ന പൈസ 50 ലക്ഷം, 1 കോടി, 2 കോടിക്ക് വാങ്ങിയിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്ത് തുടങ്ങി. ബ്രോക്കറായിട്ട് കോഴിക്കോട് വരുമ്പോൾ അന്ന് 2.5% തന്നെയാണ്. ചെറിയ പൈസ കിട്ടുമ്പോൾ ഓരോരുത്തരത്തു നിന്ന് 25 ലക്ഷം, 25,000, 50,000 വാങ്ങിയിട്ട് 4 ആൾക്കാരും 5 ആൾക്കാരും 10 ആൾക്കാരുമാണ് ഊട്ടിയിൽ നിന്ന് മുതലിങ്ങോട്ട് പല സ്ഥലത്തും ഞങ്ങൾ മാവൂർ റോഡിലൊക്കെ ലാൻഡ് എടുക്കൽ. നമ്മളാണ് അന്ന് ആ ഓടിപ്പാഞ്ഞ് അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻ്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമ്മൾ വിറ്റ് അവർ വീട്ടിലിരുന്നിട്ട് നമ്മൾ അതിൻ്റെ വീതം കൊണ്ട് കൊടുക്കും. പാഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഹെവി, ഇപ്പോൾ റാവീസ് നിൽക്കുന്ന ഏറ്റവും വലിയ ബിൽഡിംഗ് കോഴിക്കോടും എറണാകുളത്ത് 100 ഏക്കറാണെങ്കിലും ഇപ്പം നിൽക്കുകയാണെങ്കിൽ ഞാൻ തന്നെ വലിയ കച്ചവടം ചെയ്തു എന്ന് പറയാൻ പറ്റും. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്ടമാണ്. അത് കരുതിയിട്ട് വാടക എൻ്റെ ഓഫീസിൽ ഇപ്പോഴത്തെ 60 സ്റ്റാഫുണ്ട്, ചെറുത് മുതൽ വലുത് വരെ ചെയ്യും. ഇപ്പോൾ നമ്മളവിടെ തന്നെ ഓരോരോ നമ്മളെ ഞാൻ വീഡിയോ ചെയ്യണം എന്തിനാ വെച്ചാൽ എനിക്ക് ഓരോ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ പണം വാങ്ങി നമുക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഷിബിൽ ഇന്നത്തെ ഈ പരിപാടി ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, അവങ്ങനെ വെക്കൂലായിരുന്നു, പക്ഷെ അവനെ അറിയിക്കണം. എൻ്റെ അടുത്ത് വരുന്ന ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന ആൾക്ക്, ഇതിന് മുമ്പ് വന്ന ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ പാളിച്ചകൾ, അവരുടെ പൈസ പോയത്, സ്വർണ്ണക്കടകൾ. പൂക്കോട്ടുംപാടത്ത് ഒരാൾ വന്നിട്ട് 5 മണിയായ ബെല്ലടിക്കും, 1000 കോടി 1200 കോടിയേറ്റേ ആൾ കൊണ്ട് കല്യാണത്തിന് വെച്ച പൈസ അടക്കം. എന്താ അറിയുന്നത്? എൻ്റെ ഓഫീസുണ്ടായിരുന്നു ഇവിടെ,
അതിലെ പിന്നെ അശ്വതി പറഞ്ഞൊരു കുട്ടീൻ്റെ വരെ പൈസ 2,00,000 റുപ്യൻ്റെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഒരു ബെല്ലടിക്കുക. അപ്പോൾ ഈ വാങ്ങുന്ന പൈസയാണ് ആ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊരു പേരുണ്ട്. എന്നിട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഷിബിലി ഇവിടുന്ന് പറഞ്ഞു, അതേ ആൾക്കാർ തന്നെ വേറെ കമ്പനി തുടങ്ങിയിട്ട് ഇപ്പോൾ സാധനം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം അടുത്ത് കേട്ടു. പൊട്ടന്മാരല്ലത്, നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം. ഒന്ന് ഷിബിലിനോട് ഞാൻ ഷിബിലിനോട് ചോദിച്ചു എന്താ സംഭവം എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അതിൻ്റെ കറക്റ്റ് പറഞ്ഞു. അതിൻ്റെ ബാക്ക് അവരുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവരുടെ കഴിവ്, എബിലിറ്റി, ഇതൊന്നും പരിശോധിക്കാത്ത എന്താ നിങ്ങൾ? കച്ചവടത്തിൽ നഷ്ടവും ലാഭം വരും, അത് വേറെ കാര്യം. അവരുടെ ആ ഹിസ്റ്ററി, പിന്നെ പോണ വഴിക്കുള്ള ചെലവാക്കലും കൊടുക്കലും ഒക്കെ, അതൊക്കെ ആ പയ്യൻ്റെ ഈ പറഞ്ഞ ആളിൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഈ പൂക്കോട്ടുംപാടത്തെ ആള്. പൂക്കോട്ടുംപാടം മാത്രമല്ല, വേറെ കുറേ ആൾക്കാർ എൻ്റെ ഒരു ലാൻഡ് എടുത്തിരുന്നു മഞ്ചേരി. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ഒരു കൊച്ചിയിൽ ബസ്സിൻ്റെ ബാക്കിലൊക്കെ ഒരു പിന്നെ ബോർഡ് വെച്ചിട്ട് കണ്ടുമാനം പൈസ ഒരിപ്പിച്ചിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു എത്ര ആൾക്കാരുടെ പൈസ പോകണം, കുറികൾ, ഇത്ര കുറികളാണ് പൊട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബോധവൽക്കരണമാണ് ഇന്നത്തെ ഒരു സംഭവം എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഈ ഷിബിലിനെ കണ്ടിട്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ടായി. ഇവൻ ചെറുതായിട്ട് തുടങ്ങി വന്ന് ഇവൻ്റെ ഒരു കാഴ്ചപ്പാടിനെ ഇവൻ ഡെവലപ്പ് ചെയ്ത്. അപ്പോൾ അസൂയക്കാരുണ്ടാവും, ചിലത് നമ്മൾ വിശ്വസിച്ചേ പറ്റും. അപ്പം ഞാൻ ഇവനോട് ചോദിക്കുമ്പോൾ നമുക്ക് ഇവൻ്റെ ബോഡി ലാംഗ്വേജിലും ഇതിലൊക്കെ അപ്പോൾ കാഴ്ചപ്പാട്, നല്ല കാഴ്ചപ്പാട്. ആ ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഇവൻ ഉദ്ദേശിക്കുന്ന സംഗതിയിലാണെങ്കിൽ നമുക്കെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കിട്ടും. പിന്നെ ഈ മറ്റുള്ള ആൾക്കാരൊക്കെ ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനെ നമ്മളൊന്ന് വിലയിരുത്തണം. ആ ഒരു 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 വാട്സപ്പ് ഗ്രൂപ്പാണെങ്കിലും എന്താണെങ്കിലും ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ ഫിറോസും സമ്മതൊക്കെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇനി 2 കോടിയായിട്ട് എന്ത് ചെയ്താലും അത് കൊടുക്കലേ ബോർഡ്. ചിലപ്പോൾ ചില ആൾക്കാരത്തൊക്കെ നമ്മൾ കൊടുത്തേൽപ്പിക്കുന്ന പൈസ റിട്ടേൺ കിട്ടാൻ വേണ്ടി കുറേ നടക്കണം. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ ഇവിടെ ബിൽഡ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയാണ് ഇനി ആവശ്യം. അപ്പോൾ അങ്ങനത്തെ നല്ലൊരു ടീമിനെ ഷിബിലിൻ്റെ ഈ ടീം ബിൽഡ് ചെയ്തെടുത്താൽ നമുക്കിപ്പോൾ ചെറിയൊരു ഫണ്ടൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ കഴിവില്ല, നമ്മൾ ഡിഫറെൻറ്റ് എബിലിറ്റിയാണ് ഓരോരുത്തർക്ക്. ആ കഴിവ് അവരങ്ങോട്ട് ചെയ്യുമ്പോൾ ചിലത് നമ്മളങ്ങോട്ട് ഒപ്പം കൂടി കൊടുത്താൽ നമുക്ക് മെച്ചം തന്നെ കിട്ടും. ഇപ്പോൾ ഞാൻ കുട്ടീൻ്റെ പേരുകളൊന്നും പറയുന്നില്ല, അതൊക്കെ ഒരു മോശമാണ്. അവരൊക്കെ നല്ല നല്ല ആൾക്കാരും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷിബിലി പറഞ്ഞ മാതിരി തന്നെ ബാക്ക് ഹിസ്റ്ററിയൊക്കെ ഒന്ന് പഠിച്ച് അങ്ങനത്തെ രീതിയിലേക്ക് വീണ്ടും പോകാണ്ട്, ഇപ്പോൾ കൂട്ടുമുടം സംഭവിച്ച മാതിരി കേരളത്തിൽ ഉടനീളം കാസർഗോഡ് നിന്നൊക്കെ എത്ര പൈസ എന്നറിയാം. തമ്മിൽ പറഞ്ഞ് പോകില്ല, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് ആലോചിക്കാം. ആലോചിച്ചിട്ട് പഠിച്ച് ചെയ്യണം എന്നുള്ള ഒരു ക്യാമ്പയിനാണ് ഇന്നിവിടെ നടക്കുന്നത്. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിനെ, ഒരു നല്ല ഒരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാനാണ് ഷിബിലി തീരുമാനിച്ചത്. പൂർണ്ണ സപ്പോർട്ടാണ്. ആ കാര്യം എന്നോ ചെയ്യേണ്ടതാണ് നമ്മൾ. എന്നിട്ട് അതിൻ്റെ ഒരു ടീമിനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ പഠിക്കുക, കൂടി ആലോചിച്ച് ആ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇപ്പോഴത്തെ വരവ് ഷിബിലി ഞാൻ പറയാം വളരെ നോർമലായിട്ട് ഞാൻ ഇപ്പോൾ അടുത്ത് ഷിബിലിനോടൊരു കാര്യം പറഞ്ഞു. പല കാര്യം വന്നിട്ട് പല ആൾക്കാരും നിന്നോട് പറയട്ടോ, ഇല്ല സുലൈമാൻ ഖാൻ, ഞാൻ കറക്റ്റായിട്ടാണ് പോകണം. അത് ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു. ഫണ്ട് വക മാറ്റിയാൽ ഇവരെന്നല്ല, ബോബിയല്ല, ഏത് ആൾക്കാരും ഫണ്ടും വക മാറ്റി ചിലവഴിച്ച ആൾക്കാരാണ് സക്സസ് ആകാത്തത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഷിബിലിൻ്റെ ബോഡി ലാംഗ്വേജും ഈ ഒരു ടീമും ഇവനിപ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഇങ്ങനത്തെ ഒരു ഇവൻറ്റും അതും നല്ല സംഭവമാണ്. കാരണം നോക്കിയിട്ട് മതി എന്നുള്ളൊരു ചിന്ത അവനുണ്ട്. നിങ്ങൾ ബേജാറാണ്ട. ഞാൻ ഷിബിലിനോട് അന്ന് ഒരു 6 മാസം മുമ്പ് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്നില്ല. ഞാൻ നല്ലൊരു മനസ്സിലൊരു സാധനം കാണുന്നുണ്ട്, അതിലേക്ക് എനിക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റും.
ആ ഒരു സംഗതി ഞാൻ ബിൽഡിംഗ് എടുക്കുന്ന എൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഇതൊക്കെ പണി തുടങ്ങി ഹാരിസിൻ്റെ ബിൽഡിംഗ് എടുത്ത് ഫിറോസ് ഏൽപ്പിച്ച് എല്ലാ സംഗതികളൊക്കെ കറക്റ്റായിട്ട് പോകും. ആ ഒരു ലെവലിൽ വഴി മാറാതെ ഇത് പോയി കഴിഞ്ഞാൽ മാഷാ അല്ലാ നല്ലൊരു ടീമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ കൂട്ടത്തിൽ കൂടുന്ന ആൾക്കാർക്ക് നല്ലൊരു ടീമായിട്ട് പോകാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇത്തരത്തിലൊരു സംഘടിപ്പിക്കുന്നതും ഈ ഒരു സംഗതി അവൻ്റെ വയസ്സും അവൻ്റെ പ്രായം അവൻ്റെ എനർജിയും ഇതിൽ കുറച്ച് ഈ 1000-ൽ 1 2 ഇങ്ങനെ ചെയ്യുള്ളൂ. ഞാനൊക്കെ ഈ 100 ഏക്കർ ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ കിടക്കൻ്റെ റോട്ടിലൊക്കെ ഇരുന്നു 50 ലക്ഷം ഉറുപ്പ്യൊക്കെ കൊണ്ടുപോയി കുറയും. പിന്നെ എവിടെ നമ്മൾ കറക്റ്റ് അല്ലാത്തൊരു സമയം വന്നിരുന്നു. എവിടെ 2016-17 നിപ്പ വെള്ളപ്പൊക്കം മാവൂർ റോട്ടിൽ വെള്ളം അറിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റും. ഈ പുതിയ ജനറേഷന് പറ്റും. തൂണിയിലായിരുന്നു ജാഫർ ഖാൻ കോളനിയിൽ നിന്ന് ഇപ്പം താമസിക്കുന്ന കാരാടൻ സ്ക്വയറിൻ്റെ അവിടുന്ന് ബോട്ടായിരുന്നു. നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിക്കുമോ? റോട്ടിൽ ഒരൊറ്റ മനുഷ്യല്ലായിരുന്നു. പുതിയ ജനറേഷനോട് പറഞ്ഞു നോക്കുകയാണ് നിങ്ങൾ. ഇത് ഒരു വണ്ടി ഇറങ്ങാൻ പറ്റില്ലായിരുന്നു 2-3-4 മാസം അല്ലെങ്കിൽ 5-6 മാസം. മീൻ വാങ്ങാൻ വരെ പോലും അപ്പാട്ടിയ പോലീസുകാർ. പുതിയ ജനറേഷനോട് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടങ്ങൾ വന്നിട്ട് അതിലൊക്കെ കടങ്ങളും ലോണുകളും വന്ന കുറേ കച്ചവടക്കാർ ആ ഒരു കൊറോണ ടൈമിൽ എന്തൊരു അനുഭവം വന്നറിയങ്ങൾ. ഫ്ലൈറ്റ് കയറണമെങ്കിൽ സൂചി വെക്കണം, ഒരു ഇഞ്ചക്ഷൻ ചെയ്യണം. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ 2020 ഫ്രഷായി ഇപ്പോൾ 5 കൊല്ലം കച്ചവടം ചെയ്തപ്പോൾ അതിനൊക്കെ മാറ്റം വന്ന് ഇപ്പോൾ ഉള്ള പൈസ 1 കോടി 2 കോടി 50 ലക്ഷമൊക്കെ കിട്ടിയാൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ല സ്ഥലത്ത് നോക്കിയും കണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പിന്നെ ഒരു ധൈര്യമാണ്. ചില പെണ്ണിട്ടുമ്പോഴേ ഇപ്പം അടുത്തൊരു കല്യാണത്തിൻ്റെ പ്രശ്നത്തിൽ ഒരു ആങ്ങളൊക്കെ സുഖമല്ല, കല്യാണം മുടങ്ങിയത്. പടച്ചറപ്പ ഇതിപ്പോൾ ഞാൻ അതല്ല ആലോചിച്ചോളൂ. നമ്മൾ കാറ് പോകുമ്പോഴേ പെട്ടെന്നുണ്ട് ആക്സിഡൻ്റ് എന്താ സംഭവിക്കുക? പ്രസൻറ്റിൽ എന്താണോ നല്ലതെന്ന് വെച്ചാൽ അത് ചെയ്യുക. നാളെ എന്താണെന്നുള്ളത് നമുക്കാർക്കെങ്കിലും പറയാൻ പറ്റും. എന്തൊക്കെ നഷ്ടങ്ങൾ ആർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഇപ്പോൾ രാജ്യങ്ങളിൽ മരിക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ 4 കുട്ടികളിപ്പം മരിച്ചു. നിങ്ങൾ ആലോചിച്ച് പോകണേ. ഒരേട്ട് ചിന്തിച്ചു മരിക്കുന്നത്. പാവം എന്ത് ചൊറുക്കില്ല 4 കുട്ടികൾ. ഇതൊക്കെ നമുക്ക് സംഭവിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് എന്താണോ നല്ല ഉഷാറായിട്ട് ഒരു കാലഘട്ടത്തിൽ അതും കൂടി പറഞ്ഞിട്ടേ നിർത്താം. പട്ടിണിയില്ല ലോകമായിരുന്നു. പപ്പടം ചുട്ട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ 50 വയസ്സ് 50-60 വയസ്സുള്ളൂ. അവർക്കറിയാം ഉണക്കമീനും പപ്പടം ചുട്ട് ഈ പ്രകൃതി സംഗതികളൊക്കെ ലോകത്തുണ്ടായിരുന്നു. വയനാട് ഇടുക്കി നിലമ്പൂരും ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അയിമക്കൊന്നും നോക്കാൻ കഴിയില്ല. എന്താ പറയുക, പട്ടിണിയാണ്. ഉപ്പാരും ഉമ്മാരൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പിന്നെ മടിയിൽ വരും നമ്മുടെ വീടിന് മുമ്പടുത്ത്, പൈസാത്ത 1 ലേശം അരി തരുമോ വെച്ചിട്ട്. എന്നാൽ ആ അരി അവിടുന്ന് ഒരു നായി അരി കൊടുത്തിട്ട് അത് പിറ്റേന്ന് അവിടെ ഓൾക്ക് പണി ചെയ്ത് കിട്ടിയാൽ ഇങ്ങോട്ട് വരുന്ന ഒരു കാലഘട്ടം നമ്മളത് കഴിഞ്ഞു. തക്കാളി നമ്മൾ പിന്നെ അപ്പുറത്ത് ഞാൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. 2 തക്കാളി വാങ്ങിക്കൊണ്ടിരും. എന്നിട്ട് പോകും. എന്നാൽ തക്കാളി അവിടെ കൊണ്ടുപോകും. അവിടുന്ന് വാങ്ങിക്കൊണ്ടിരും. പിന്നെ അതേമാതിരി തക്കാളി വാങ്ങിക്കൊണ്ടേ കൊടുക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ ഇങ്ങനെ ജീവിച്ച ഒരു നിങ്ങളെ വല്യപ്പാരും വല്യമാരും ഇങ്ങനെ ജീവിച്ചെടുക്കുക? ഇപ്പം അടുത്ത് ഇതൊക്കെ ഇപ്പോൾ 88-ലെ കഥയെ പറയണത്. പട്ടിണിയായിരുന്നു. ഇന്നിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിട്ട് അടിച്ച് തകർത്ത് വീട്ടിലൊക്കെ ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ. പിന്നെ നമ്മുടെ ഇന്നത്തെ വരാൻ പോണു വന്നു ഓൾറെഡി. ഹലോ 10 ബിരിയാണി എന്നാൽ താഴത്തേക്കെല്ലാം നോക്കില്ല. പണ്ട് വണ്ടിമേ ഇപ്പം ഞാൻ ഡ്രോണാണ് വരുന്നത്. ഗൂഗിൾ പേ ചെയ്യുക വന്നു കഴിഞ്ഞു. കാറൊക്കെ 1 മിനിറ്റ് കൊണ്ട് കാറുണ്ടാക്കാം. പിന്നെ ഇലക്ട്രിക് കാറൊക്കെ ഉണ്ടാക്കുന്ന സംവിധാനമൊക്കെ എവിടെ എത്തി നമ്മൾ അറിയാം. അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ ആയുസ് കിട്ടി സന്തോഷിതൊക്കെ ജീവിച്ചു പല അനുഭവങ്ങളും പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും നേരിട്ടിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. വലിയ ആൾക്കാരല്ല, ഇന്നും രാവും പകലും ഓടിക്കൊണ്ടിരിക്കുകയാണ്, പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ പണിയാണ്. അതിലൊരു പോസ്റ്റ് നമ്മളെ സ്റ്റാഫ് എന്ന് പറയാൻ പറ്റില്ല, പോലൊക്കെ നമ്മളെ കൂട്ടുകാരാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴും 100 കോടിയും 200 കോടിയൊക്കെയുള്ള വലിയ പ്രൊജക്റ്റുകളൊക്കെയാണ് നമ്മളും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഷിബിലിൻ്റെ അതേമാതിരി തന്നെ 750 ഏക്കറയിലൊക്കെ വലിയ വിയറ്റ്നാം അങ്ങോട്ടാക്കുന്ന പരിപാടിയൊക്കെയാണ് പുതിയ ടെക്നോളജിയിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവനാൻ ഷിബിലിൻ്റെ ഇന്നത്തെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞത് അതിൽ പൂർണ്ണ സപ്പോർട്ട് നമ്മൾ അവന് കൊടുക്കണം. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നോക്കിയും കണ്ടു കുടുങ്ങിയ കുറേ ആൾക്കാർ എന്തിനൊക്കെയെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത്
അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാനാണ്. അപ്പോൾ ആ ഒരു അനുഭവം നമുക്കില്ലാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.